അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ബാറോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് 3D. അങ്ങനെ നമുക്ക് കണ്ടുനോക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓ ഓക്കെ. ഏയ് ഓക്കെ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ബാറോസിൻ്റെ ട്രെയിലർ കണ്ടു. ഓ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സാധനം അതായത് ഒരു മിനിറ്റ് കേട്ടോ. അതായത് 3D നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവർ ഉരുട്ടിക്കൊണ്ട് വരുന്നത് ഒരു ബോംബാവോ എന്നൊരു ചിന്ത. അതായത് സംഭവം നല്ല രസമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും 3D ഒക്കെ ആ ഒരു കോസ്റ്റ്യൂമോ ഒക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കളർ ഗ്രേഡിങ്, അതായത് കളർ ഗ്രേഡിങ് ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ് കേട്ടോ. അത് ഇങ്ങനത്തെ സിനിമയ്ക്ക് ഒരു പ്രത്യേകിച്ച്, അതായത് ആ ഒരു കളർ ഗ്രേഡിങ് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് എനിക്ക് കളർ ഗ്രേഡിങ് എനിക്ക് അത്ര ഇതായില്ല. പിന്നെ ആ ഒരു ഗുഹയാ അതിൻ്റെ ഒരു കൊട്ടാരത്തിനുള്ളിൽ, ആ ഒരു ഉള്ളിലാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തരെ കാണിക്കുമ്പോൾ ആ ഒരു സാധനം വന്നുകൊണ്ടിരിക്കണം. അത് ചിലപ്പോൾ സിനിമ കാണുമ്പോൾ മാറായിരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറടി ആയിക്കോട്ടുള്ള കാര്യം പറയാണ്. പിന്നെ ആകെ കുറച്ച് നേരം പുറത്ത് എനിക്ക് അറിഞ്ഞോടെ, എനിക്ക് സിനിമ ഇറങ്ങട്ടെ എന്നാലേ പറയാൻ പറ്റുള്ളൂ. 3D സംഭവമാണ്, 3D നല്ലോണം വർക്കൗട്ടാവും. സ്റ്റോറി ഇതൊക്കെ എനിക്ക് അറിഞ്ഞോട്, സിനിമ ഇറങ്ങിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പടങ്ങളൊക്കെ ആയിരുന്നു മാർട്ടിൻ, അങ്ങനത്തെ പടങ്ങളൊക്കെ. കങ്കുവൊക്കെ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ പ്രതീക്ഷ തന്നെ. ഈ സാധനം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഉള്ളൊരു ബോംബാക്കി വരുമോ എന്ന് ഡൗട്ടും ഉണ്ട്. എന്തായാലും മോഹൻലാലൊക്കെ ഒന്ന് തിരിച്ചൊന്ന് വരട്ടെ. എൻ്റെ ഇങ്ങേരൊക്കെ എത്ര നടന്മാരാണ് തിരിച്ചു വരാതെ ഒരു ഇതിലിങ്ങനെ ഒതുങ്ങി കൂടി പോണേ. അതായത് മമ്മൂട്ടിയോ ഇപ്പോൾ ഓക്കെയാണ്, മോഹൻലാൽ, സൂര്യ, എത്ര നടന്മാരാണ്. നമ്മൾ ഏത് താജനാൽ ഈ നടന്മാരൊക്കെ ഓക്കെ ആയിരുന്ന ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര കിടിലൻ സിനിമകൾ കിട്ടുകൊണ്ട് വന്നത്. നമ്മൾ ഈ ഫാൻസ് ഇത് പോരാ അത് വരാൻ നോക്കുമ്പോൾ ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ കിടിലൻ പടങ്ങൾ കിട്ടട്ടെ എന്ന് വിചാരിക്കണം. ഇപ്പം കണ്ടോ തീരെ പടങ്ങളില്ല. എന്തായാലും ഈ പടം നല്ല നല്ലോണം വിജയിക്കട്ടെ. എന്തായാലും വിജയിക്കണം. ഈ സിനിമ ഇറങ്ങിയാലേ അറിയുള്ളൂ എന്താവുമെന്ന്. പിന്നെ പക്ഷെ മോഹൻലാൽ എനിക്ക് ഉറപ്പാണ്, പുള്ളി നല്ലോണം കാശ് എറിഞ്ഞ് സിനിമ എടുക്കും. അതിനകത്ത് ഇത് കാണാനുണ്ട്, പുള്ളി നല്ലോണം കാശ് വിതറി അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് അതിലാണ് ഡൗട്ട്. ഇത് എങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും നല്ല പടമാവട്ടെ. എന്തായാലും ഈ സിനിമ ഡേറ്റ് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഡേറ്റ് എന്നാണാവോ. അപ്പോൾ എന്തായാലും ഡിസംബറിലെങ്ങാണ്ട് റിലീസ്. അതായത് വേഗം ഇറങ്ങട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.